ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആപ്പിൻ്റെ ഡിസൈനിൽ ഇമേജൊക്കെ പ്ലേസ് ചെയ്യുന്ന രീതി കണ്ടില്ലേ? ഒരു സ്ക്വയർ വരച്ചു, ഇവിടെ ചെറിയൊരു കോർണർ റേഡിയസ് കൊടുത്തു, അവിടെയാണ് ഈ ഇമേജ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് സർട്ടൺ ഇമേജസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്യണം. എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, നമുക്ക് ഈ ഇമേജ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ആക്ഷനിൽ വരിക. അവിടെ നിന്ന് ഈ പ്ലഗിൻസ് ആൻഡ് വിഡ്ജറ്റ്സിൽ പോയിട്ട് ഞാനിവിടെ ഐക്കൺ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നൊരു ടൂളുണ്ട്. അതിനിവിടെ പ്ലഗിൻസിൽ ഇവിടെ ഈ ആക്ഷനിൽ വന്നതിന് ശേഷം പ്ലഗിൻസ് ആൻഡ് വിഡ്ജറ്റ്സിൽ വന്നതിന് ശേഷം അത് ടൈപ്പ് കൊടുക്കുക, ഐക്കൺസ് 8 ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ. അത് സെലക്ട് ചെയ്തതിന് ശേഷം റൺ കൊടുത്താൽ മതി. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അതിവിടെ ഇൻസ്റ്റാൾ ആവും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിവിടെ റിമൂവ് ചെയ്ത് മാറ്റും. കാരണം ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഇല്ല. ഇതിപ്പോൾ വേറെ ഏതോ ഒരു ഡിസൈൻ അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയതാണ്. ഇപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഉണ്ടല്ലേ? ഞാനതിവിടെ പ്ലേസ് ചെയ്തു. ഞാൻ അതിനെ ഈ ഒരു രീതിയിൽ ഇവിടെ പ്ലേസ് ചെയ്തു. എനിക്ക് ഇനി ഇവിടെ വേറൊരു ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കേണ്ടത്, വേറെ കളർ കൊടുക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജിനെ ഞാൻ സെലക്ട് ചെയ്തു ആദ്യം. അതിനുശേഷം നേരത്തെ ഞാൻ പറയുന്നതുപോലെ ഫില്ലിൽ പോയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള കളർ ഏതാണ് കൊടുക്കാം. ഞാൻ ഇവിടെ 100% കൊടുത്ത്. അപ്പോൾ നമുക്ക് ആ ഇമേജിനെ കാണാനില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫില്ല് വന്നു കഴിഞ്ഞാൽ ഇമേജ് മുകളിലും ഇമേജ് താഴെ ഫില്ല് മുകളിലുമാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഹാൻഡിൻ്റെ ഐക്കൺ കാണേണ്ട. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് താഴേക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇമേജ് മുകളിലും വന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ താഴെയും വന്നു. അപ്പോൾ നേരത്തെ കാണിച്ച ആ ഇമേജ് ഇവിടെ ആഡ് ചെയ്യുന്ന രീതി നമുക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യണത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഗ്രേഡിയൻ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ടൂൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പല ഇമേജസ് നെറ്റിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം, റിമൂവ് ചെയ്ത് നോക്കാം.